ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദേവിപ്രിയ. ലോകത്തെ ഔഷധ നിർമ്മാണ മേഖലയിൽ ഇന്ത്യ നിർണായക പങ്കാണ് വഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാനഡയിൽ നടന്ന നിക്ഷേപക സമ്മേളനത്തെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 150ഓളം രാജ്യങ്ങൾക്ക് ഇന്ത്യ ഇതുവരെ മരുന്ന് നൽകിയിട്ടുണ്ട്. ഈ വർഷം മാർച്ച് ജൂൺ മാസങ്ങളിൽ നമ്മുടെ കാർഷിക കയറ്റുമതി 23% ഉയർന്നു. രാജ്യം മുഴുവൻ ലോക്ഡൌണിലായിരിക്കുമ്പോഴാണ് ഈ നേട്ടമുണ്ടാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. കാനഡയിലെ വ്യാപാര സമൂഹത്തിന് ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ അവസരമൊരുക്കുകയും ഇന്ത്യയെ ഒരു നിക്ഷേപ കേന്ദ്രമാക്കി മാറ്റുകയുമാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, ഏവിയേഷൻ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ മേഖലകളിലെ കമ്പനികൾ, കൺസൾട്ടന്റ് സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ എന്നിവയുടെ പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കോവിഡ്-19 പ്രതിരോധിക്കാൻ ഉചിതമായ ജീവിതശൈലി സ്വീകരിക്കുക എന്ന ആഹ്വാനവുമായി ജൻ ആന്തോളൻ പ്രചാരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിലൂടെ തുടക്കം കുറിച്ചു. ഉത്സവകാലത്തിനായി സമ്പദ് വ്യവസ്ഥ തയ്യാറെടുക്കുകയാണ്. അതിനാൽ സാമൂഹിക അകലം കർശനമായി പാലിക്കാൻ ജനങ്ങൾ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. മാസ്ക് ധരിക്കുന്നതും കൈകൾ ശുചിയായി സൂക്ഷിക്കുന്നതിനുമൊപ്പം സാമൂഹിക അകലം പാലിക്കാൻ 2 അടി അകലം പാലിക്കണമെന്നും അതിനായി 2 ഗജ് കി ദൂരി എന്ന മുദ്രാവാക്യവും അദ്ദേഹം ക്യാമ്പയിനിലൂടെ മുന്നോട്ട് വച്ചു. എല്ലാ ജനങ്ങളിലേക്കും മാധ്യമങ്ങൾ ഈ ക്യാമ്പയിൻ എത്തിക്കണമെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 5445 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി മന്ത്രി കെ ശൈലജ. 7003 പേർ രോഗമുക്തി നേടി. ഏറ്റവും ഉയർന്ന പ്രതിദിന രോഗമുക്തി നിരക്കാണിത്. നിലവിൽ ചികിത്സയിലുള്ളത് 90,579 പേരാണ്. ഇതുവരെ രോഗമുക്തി നേടിയവർ 1,67,256. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 63,146 സാമ്പിളുകൾ പരിശോധിച്ചു. ഇന്ന് 9 പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൂടിയുണ്ട്. 10 പ്രദേശങ്ങളെ ഒഴിവാക്കി. മലപ്പുറം 1024, കോഴിക്കോട് 688, കൊല്ലം 497, തിരുവനന്തപുരം 467, എറണാകുളം 391, തൃശൂർ 385, കണ്ണൂർ 377, ആലപ്പുഴ 317, പത്തനംതിട്ട 295, പാലക്കാട് 285, കാസർഗോഡ് 236, കോട്ടയം 231, വയനാട് 131, ഇടുക്കി 121 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇന്ന് 24 മരണങ്ങളും കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 55 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 195 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 4616 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 502 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 73 ആരോഗ്യ പ്രവർത്തകർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് ക്രമാനുഗതമായി വർദ്ധിച്ച് 85.25% കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 83,000ഓളം പേർ സുഖം പ്രാപിച്ചു. 58 ലക്ഷത്തിലേറെ പേർ രോഗമുക്തരായി. നിലവിൽ 9 ലക്ഷത്തോളം പേരാണ് ചികിത്സയിലുള്ളത്. 1.55% രാജ്യത്തെ കോവിഡ് മരണനിരക്ക്. എറണാകുളം ജില്ലയിൽ ഇന്ന് 391 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. വളരെ ദിവസങ്ങൾക്ക് ശേഷമാണ് ജില്ലയിൽ കോവിഡ് നിരക്ക് കുറയുന്നത്. 291 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 8 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. ഇതിനു പുറമെ 4 INHS ഉദ്യോഗസ്ഥർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. 707 പേർ ഇന്ന് രോഗമുക്തി നേടി. കൊല്ലം ജില്ലയിൽ ഇന്ന് 7 ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 497 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 477 പേർക്ക് സമ്പർക്കം വഴിയാണ് രോഗബാധ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. ഇന്ന് പുതുതായി രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണത്തിൽ ജില്ലയിലും നേരിയ കുറവുണ്ടായി എന്നത് ആശ്വാസകരമാണ്. ആകെ പരിശോധനകളുടെ എണ്ണം 2.5 ലക്ഷത്തോടടുക്കുമ്പോൾ 19,641 പേർക്കാണ് ജില്ലയിൽ ഇതുവരെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടത്. ഇന്ന് 259 പേരാണ് രോഗമുക്തി നേടിയത്. 8,832 പേർ ജില്ലയിൽ നിലവിൽ ചികിത്സയിലുണ്ട്. 3 കോവിഡ് മരണങ്ങൾ കൂടി സ്ഥിരീകരിക്കപ്പെട്ടതോടെ ജില്ലയിലെ കോവിഡ് മരണസംഖ്യ 72 ആയി. ജില്ലയിലാകെ 18,998 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. കൊല്ലം കോർപ്പറേഷനിലെ കാവനാട്, കടവൂർ, കുരീപ്പുഴ, മതിലിൽ എന്നീ പ്രദേശങ്ങളിൽ സമ്പർക്ക രോഗബാധിതരെ ഇന്നും വളരെയധികം കണ്ടെത്തിയിട്ടുണ്ട്. കോവിഡ് പ്രതിരോധ നിയന്ത്രണ പ്രവർത്തനങ്ങൾ ജില്ലയിൽ ഊർജിതമാണെന്ന് പറയാം. നിരോധനാജ്ഞ പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് ഇന്ന് 3 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിനായി മുസ്ലിം ലീഗ് 10 കോടി രൂപ നൽകുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി എന്നിവർ അറിയിച്ചു. മുസ്ലിം ലീഗ് MLAമാർ, തദ്ദേശ ജനപ്രതിനിധികൾ, സഹകരണ സംഘങ്ങൾ, പോഷക സംഘടനകൾ എന്നിവ കേന്ദ്രീകരിച്ചായിരിക്കും തുക സമാഹരിക്കുക.
അടുത്ത 4 വർഷത്തിനിടെ പൈപ്പിലൂടെ കുടിവെള്ളം എല്ലാവർക്കും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജലജീവൻ പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 49,65,000 ഗ്രാമീണ കുടുംബങ്ങൾക്കാണ് പദ്ധതിയിലൂടെ കുടിവെള്ളം ലഭ്യമാകുക. കേരള വാട്ടർ അതോറിറ്റിയും ജലനിധിയുമാണ് പദ്ധതിയുടെ നിർവ്വഹണ ഏജൻസികൾ. പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. സംസ്ഥാനത്തെ ആദ്യ ജീവാണു ജൈവവള ഗുണനിയന്ത്രണ ലാബ് പാലക്കാട് പട്ടാമ്പിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കൃഷിവകുപ്പിന് കീഴിൽ പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡിലാണ് 1,44 ലക്ഷം രൂപ ചെലവിൽ ലാബ് ആരംഭിച്ചിരിക്കുന്നത്. കാർഷിക മേഖലയ്ക്ക് ആകെ കരുത്ത് പകരുന്ന നടപടികളുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും ശാസ്ത്രീയ സമീപനങ്ങളിലൂടെ കേരളത്തിന്റെ കാർഷിക മേഖലയെ ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരം സംരംഭങ്ങളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പോപ്പുലർ ഫിനാൻസ് കേസിന്റെ അന്വേഷണ പുരോഗതി സംബന്ധിച്ച് റിപ്പോർട്ട് ഹാജരാക്കാൻ ഹൈക്കോടതി പോലീസിന് നിർദ്ദേശം നൽകി. തട്ടിപ്പിലെ പണം ഓസ്ട്രേലിയയിലേക്ക് കടത്തിയെന്നും അതിനാൽ ഇക്കാര്യത്തിൽ സിബിഐ അന്വേഷണം ആവശ്യമാണെന്നും ഗവൺമെന്റ് ഹൈക്കോടതിയിൽ പറഞ്ഞു. കേസ് 22-ന് വീണ്ടും പരിഗണിക്കും. ലൈഫ് മിഷൻ സംബന്ധിച്ച കേസിൽ ഹൈക്കോടതിയിലെ വാദം പൂർത്തിയായി. കേസ് വിധി പറയാൻ മാറ്റിവച്ചു. കേസ് FCRA പരിധിയിൽ വരില്ലെന്ന് സംസ്ഥാന ഗവൺമെന്റ് ഹൈക്കോടതിയിൽ പറഞ്ഞു. കേസിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ടെന്ന് സംസ്ഥാന ഗവൺമെന്റ് വ്യക്തമാക്കി. എന്നാൽ ലൈഫ് മിഷൻ പദ്ധതി അധോലോക ഇടപാടാണെന്ന് സിബിഐ പറഞ്ഞു. കരാറിന് പിന്നിൽ വൻ അഴിമതിയും ഗൂഢാലോചനയും നടന്നിട്ടുണ്ടെന്നും സിബിഐ കോടതിയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ബാറുകൾ ഉടൻ തുറക്കേണ്ടതില്ലെന്ന് തീരുമാനം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം 10,000 കടന്നിരിക്കുന്ന സാഹചര്യത്തിൽ ബാറുകൾ തുറക്കുന്നത് ഉചിതമല്ലെന്നാണ് യോഗത്തിന്റെ വിലയിരുത്തൽ. ലാവ്ലിൻ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഹൈക്കോടതി വിധിയിൽ ഇടപെടണമെങ്കിൽ സിബിഐ ശക്തമായ വസ്തുതകൾ നിരത്തണമെന്ന് സുപ്രീംകോടതി. കേസിന്റെ വസ്തുതകൾ അടങ്ങിയ സമഗ്രമായ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ സിബിഐക്ക് കോടതി ഒരാഴ്ചത്തെ സമയം നൽകി. തുടർന്ന് ഹർജികൾ പരിഗണിക്കുന്നത് സുപ്രീംകോടതി 16ലേക്ക് മാറ്റി. ജസ്റ്റിസ് യു ലളിതിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. കേസിൽ വിചാരണ കോടതിയും ഹൈക്കോടതിയും ചിലരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 2 കോടതികൾ ഒരേ വിധി പ്രസ്താവിച്ച സാഹചര്യത്തിൽ തങ്ങളുടെ ഇടപെടൽ വേണമെങ്കിൽ ശക്തമായ വസ്തുതകൾ വേണമെന്ന് ജസ്റ്റിസ് ലളിത് ചൂണ്ടിക്കാട്ടി. കാട്ടാക്കട ടൌണിൽ 5 തെങ്ങിൻമൂട് ഏലായിലെ 90 സെന്റ് സ്ഥലത്തെ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം IB സതീഷ് MLA ഉദ്ഘാടനം ചെയ്തു. കാട്ടാൽ കുത്തരി എന്ന ബ്രാൻഡിൽ കാട്ടാക്കട പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അരി വിപണിയിൽ എത്തിക്കുന്നത് ലക്ഷ്യമിട്ട് 7.5 ഏക്കറിലാണ് 4 മാസം മുമ്പ് നെൽകൃഷി ആരംഭിച്ചത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുള്ളതിനാൽ ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ നാളെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വിവിധ വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെ ബിജെപി സമരം ശക്തിപ്പെടുത്തുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഈ മാസം 13-ന് അന്താരാഷ്ട്ര ദുരന്ത ലഘൂകരണ ദിനത്തോടനുബന്ധിച്ച് കരുതൽ കാലമെന്ന വ്യത്യസ്ത പരിപാടിയുമായി എറണാകുളം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. ദുരന്തങ്ങളുടെ തീക്ഷ്ണത കുറച്ച് എങ്ങനെ ലഘൂകരിക്കാം എന്ന അവബോധം ജനങ്ങളിൽ വളർത്തുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. സംസ്ഥാനത്തെ മഹിളാ മന്ദിരങ്ങളിൽ അമ്മമാരോടൊപ്പം പ്രവേശിപ്പിക്കുന്ന കുട്ടികളുടെ പ്രായപരിധി 10 വയസ്സാക്കി ഉയർത്തി ഉത്തരവ് പുറപ്പെടുവിച്ചതായി മന്ത്രി കെ ശൈലജ അറിയിച്ചു. കേന്ദ്രമന്ത്രിയും ലോക് ജനശക്തി പാർട്ടി നേതാവുമായ രാംവിലാസ് പാസ്വാൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. ഈ വർഷത്തെ സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം അമേരിക്കൻ കവയിത്രി ലൂയിസ് ഗ്ലക്കിന്. വ്യക്തിയുടെ അസ്തിത്വത്തെ സാർവലൌകികമാക്കുന്ന തീക്ഷ്ണ സൌന്ദര്യമാർന്ന സ്പഷ്ടമായ കാവ്യാത്മക ശബ്ദത്തിനാണ് കവയിത്രിക്ക് പുരസ്കാരം നൽകുന്നതെന്ന് പുരസ്കാര പ്രഖ്യാപനം നടത്തിക്കൊണ്ട് സ്വീഡിഷ് അക്കാദമി വ്യക്തമാക്കി. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്ത് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ തൊഴിലുറപ്പ് പദ്ധതി നടത്തിപ്പ് സംബന്ധിച്ച് ജില്ലാ കളക്ടർ ഡോക്ടർ നവ്ജോത് ഖോസ പ്രത്യേക മാനദണ്ഡങ്ങൾ പുറപ്പെടുവിച്ചു. കണ്ടെയ്ൻമെന്റ് സോണുകൾ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തനങ്ങൾ നടത്താം. ഒരു പ്രവൃത്തി സ്ഥലത്ത് 5-ൽ കൂടുതൽ തൊഴിലാളികൾ കൂട്ടം കൂടി നിന്ന് ജോലി ചെയ്യാൻ പാടില്ല. ലോകത്ത് ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 3,63 ലക്ഷം കടന്നു. ഇന്ന് 2,74 ലക്ഷത്തോളം പേർ രോഗമുക്തി നേടി. നിലവിൽ 79 ലക്ഷത്തോളം പേരാണ് ചികിത്സയിലുള്ളത്. മരണസംഖ്യ 10,60,000 കടന്നു. ദുബായിൽ നടക്കുന്ന IPL ക്രിക്കറ്റിൽ കിങ്സ് 11 പഞ്ചാബിനെതിരെ ആദ്യം ബാറ്റ് ചെയ്യുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദ് ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 14 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 169 റൺസെടുത്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.